ഞാൻ ഇന്നിപ്പോൾ ഒരു പത്രത്തിലെ ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൽ ശരിക്ക് പറഞ്ഞാൽ രണ്ട് മുസൽമാന്മാർ കരയുന്ന രംഗമാണ്. ആ രണ്ട് മുസൽമാന്മാരുടെ പ്രശ്നം എന്താണ്? ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ കരയുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ പേരും മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് എന്നാണ്. അതുപോലെ തന്നെ കരയുന്നവരും മുസ്ലിമാണ്. പിന്നെ ഇതിനകത്ത് നിരവധി ചിത്രങ്ങളുണ്ട്. അതെല്ലാം മുസ്ലിം ആളുകളാണ് ഒരുപാട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ, ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു. എന്നാൽ ഇത് ചെയ്തിരിക്കുന്നതും മുസ്ലിം നാമധാരികളാണ്. ഡോക്ടർ ഉമർ നബിയിൽ തുടങ്ങി ഒരു വനിത അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ചെന്നുപെട്ടിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. എത്രയെത്ര സംഭവങ്ങൾ, പാർലമെൻറ്റിലെ സംഭവങ്ങൾ, പഹൽഗാം സംഭവത്തിൽ നിരവധി സംഘടനകൾക്ക് ജോലി ഉണ്ട്, അതിൽ എവരെയും പറയുന്നു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ എത്ര ആക്രമണങ്ങളാണ് നടത്തിയത്. നിങ്ങൾ നോക്കൂ, ഈ പത്രത്തിൻ്റെ ഒരു രീതി തന്നെ നോക്കൂ, എന്തുമാത്രം ആക്രമണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ നടത്തി നമ്മുടെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അത് പറയുന്നതിന് മുമ്പ് ഇവർ 2000 ഏപ്രിൽ 20 ശ്രീനഗറിൽ 15 പേരെ കൊന്നു. ഇത് പത്രവാർത്തയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നോക്കി പറയുന്നത്. 2001 ഒക്ടോബറിൽ ജമ്മു കാശ്മീരിൽ 31 പേരെ കൊന്നു. 2001 ഡിസംബറിൽ പാർലമെൻറ്റ് ആക്രമണം നടത്തി. 2016 ജനുവരിയിൽ പത്താൻകോട്ട് എയർഫോഴ്സ് ആക്രമണം നടത്തി. 2016 സെപ്റ്റംബറിൽ കാശ്മീരിലെ 19 സൈനികരെയാണ് കൊന്നത്. 2019 40 ജവാന്മാരെ കൊല്ലപ്പെട്ടു. 2024 ജൂലൈയിൽ 5 സൈനികരെ, ജൂലൈ 5-ന് വഡോദരയിൽ വച്ച്, ദോഡയിൽ വച്ച് 4 സൈനികരെയും കൊല്ലപ്പെട്ടു. ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന മസൂദ് അൻസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യയിലെ, ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല, ഇന്ത്യയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഇന്ത്യക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതിവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പിന്നെ എല്ലാ പാർട്ടികളും, BJPയും RSSും കോൺഗ്രസും എല്ലാവരും മനസ്സിലാക്കി വേണം ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ വിലയിരുത്തുവാൻ. ഞാൻ വളരെ വളരെ സങ്കടത്തോടെ പറയട്ടെ, 80% വരുന്ന മുസ്ലിം, അല്ലെങ്കിൽ 70% വരുന്ന മുസ്ലിം അല്ല, 70% വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലെ കണക്കെടുത്താൽ ഒരു 70%-ന് 80%-ന് അല്ലെങ്കിൽ 70% പറഞ്ഞോളൂ, ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരും എല്ലാം കൂടെ പറഞ്ഞോളൂ. ഈ ഒരു 10-70% ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത്.